ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട, ഇത്രയധികം ജനപിന്തുണയുള്ള, എന്നാൽ അതേസമയം തന്നെ ഇത്രയധികം അവഗണിക്കപ്പെട്ട മറ്റൊരു ക്രിക്കറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരമാണ്. പ്രതിഭയുണ്ടായിട്ടും റൺസ് അടിച്ചുകൂട്ടിയിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടും എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിലെ സെലക്ടർമാർക്കും ടീം മാനേജ്മെന്റിനും ഇപ്പോഴും ഒരു കരിനിഴലായി തുടരുന്നത്? ഒരു താരത്തിന് ഇത്രത്തോളം ക്ഷമയുണ്ടാകാം? ഇത്ര തവണ ഒരു മനുഷ്യൻ സ്വയം തെളിയിക്കണം? ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലും ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച സിംബാബ്വെ പരമ്പരയിലും സഞ്ജു സാംസണോട് BCCIയും ഇന്ത്യൻ ടീം മാനേജ്മെന്റും കാണിച്ച ക്രൂരതകളുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ ആരാധകർ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഇത് വെറും ഒരു ഫോമിന്റെ പേരിലുള്ള ഒഴിവാക്കലാണോ? അതോ സഞ്ജു എന്ന പ്രതിഭയെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ചിലരുടെ ആസൂത്രിതമായ ചതിയാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സഞ്ജുവിന്റെ കരിയറിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന തികച്ചും നാടകീയമായ ആ അവഗണനയുടെ കഥയാണ്. നമുക്കാദ്യം ഇംഗ്ലണ്ടിനെതിരെ തൊട്ടു മുമ്പ് കഴിഞ്ഞ 2020 പരമ്പരയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ആ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ അവിടെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ ആദ്യത്തെ നാടകം അരങ്ങേറിയത്. പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചു. നിർഭാഗ്യവശാൽ വെറും ഒരു റൺസ് മാത്രമെടുത്ത് സഞ്ജു ആ മത്സരത്തിൽ പുറത്തായി. ക്രിക്കറ്റിൽ ഏത് വലിയ ബാറ്റ്സ്മാനും സംഭവിക്കുന്ന ഒരു സാധാരണ പരാജയം മാത്രമായിരുന്നു അത്. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമൊക്കെ എത്രയോ തവണ കരിയറിൽ ഇത്തരം പൂജ്യങ്ങളും ഒരു റൺസുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ സെലക്ടർമാരുടെ കണ്ണു തുറന്നത് മറ്റൊന്നിനായിരുന്നില്ല. ഈ ഒരു ഒറ്റ മത്സരത്തിലെ പതർച്ചയെ മുൻനിർത്തി അടുത്ത 3 മത്സരങ്ങളിലും സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ നിന്ന് പൂർണ്ണമായി പുറത്തിരുത്തി. അതെ, തുടർച്ചയായ 3 മത്സരങ്ങളിലാണ് സഞ്ജുവിനെ ടീം മാനേജ്മെന്റ് ബെഞ്ചിലിരുത്തിയത്. ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ ഒരു താരത്തിന്റെ കഴിവ് അവസാനിക്കുമോ? മറ്റുള്ള യുവതാരങ്ങൾക്ക് പരാജയപ്പെടുമ്പോഴും തുടർച്ചയായ അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കുന്ന ഇതേ മാനേജ്മെന്റ് സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്? ഒടുവിൽ പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ സഞ്ജുവിന് വീണ്ടും ഒരു അവസരം നൽകാൻ അവർ നിർബന്ധിതരായി. ആ സമ്മർദ്ദഘട്ടത്തിലും തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളുടെ വായർപ്പിച്ചുകൊണ്ട് 27 റൺസിന്റെ മനോഹരമായൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചു. പ്രതിഭയുണ്ടെന്ന 27 റൺസിലൂടെ സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷേ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത 3 മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വരുന്ന ഈ ക്രൂരമായ സെലക്ഷൻ പോളിസി സഞ്ജുവിനോട് മാത്രം കാണിക്കുന്ന അനീതിയാണ്. 2020-ലെ ഈ നാടകങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് സഞ്ജുവിന് ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഏകദിന ക്രിക്കറ്റിലെ അവസ്ഥ അതിലും ദയനീയമാണ്. നിലവിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന പേര് അതിൽ ഉണ്ടാകാറേയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ മിഡിൽ ഓർഡറിൽ പ്രത്യേകിച്ച് 4-മോ 5-മോ സ്ഥാനത്ത് ബാറ്റ് ചെയ്ത് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സഞ്ജുവിനേക്കാൾ മികച്ച ശരാശരിയും സ്ട്രൈക്ക് റേറ്റുമുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ നിലവിൽ ഇന്ത്യയിലുണ്ടോ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മനസ്സിലാകും. ഏകദിന ഫോമാറ്റിൽ സഞ്ജു കളിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും ഇന്ത്യയെ രക്ഷിച്ച ഇന്നിംഗ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സമ്മർദ്ദഘട്ടങ്ങളിൽ സിക്സറുകൾ പറത്താനും അതേസമയം വിക്കറ്റുകൾ വീഴുമ്പോൾ ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാനും സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിലവിലെ ഏകദിന സ്ക്വാഡുകളിൽ നിന്ന് സഞ്ജുവിനെ പൂർണ്ണമായി മാനേജ്മെന്റ് അകറ്റി നിർത്തുന്നത്? KL രാഹുലോ ഋഷഭ് പന്തോ പരാജയപ്പെടുമ്പോൾ അവർക്ക് നൽകുന്ന പരിഗണനയുടെ പകുതി പോലും സഞ്ജുവിന് നൽകാൻ സെലക്ടർമാർ തയ്യാറാകുന്നില്ല. മികച്ച ആവറേജും സ്ട്രൈക്ക് റേറ്റും ഉണ്ടായിട്ടും ഒരു കളിക്കാരനെ ടീമിലെടുക്കാതിരിക്കാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിന് BCCIയുടെ പക്കൽ കൃത്യമായൊരു മറുപടിയുമില്ല. ഇത് കരിയർ തകർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിനെല്ലാം പുറമെയാണ് ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ സിംബാബ്വെക്കെതിരെയുള്ള 2020 പരമ്പരയുടെ ടീം പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സാധാരണയായി സിംബാബ്വെ പോലെയുള്ള പരമ്പരകളിൽ ഇന്ത്യ തങ്ങളുടെ സീനിയർ താരങ്ങളായ മുൻനിര കളിക്കാർക്കെല്ലാം വിശ്രമം നൽകാറുണ്ട്. യുവതാരങ്ങൾക്കും ടീമിലേക്ക് തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന സീനിയർ താരങ്ങൾക്കുമാണ് ഇത്തരം പരമ്പരകളിൽ അവസരം നൽകാറുള്ളത്. സഞ്ജു സാംസൺ ഈ ടീമിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ടീമിനെ നയിക്കാൻ പോലും സാധ്യതയുണ്ടെന്നും ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. എന്നാൽ ടീം ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആരാധകർ ഞെട്ടി. സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ പോലും സഞ്ജു സാംസൺ ഇല്ല. അതെ, സീനിയർ താരങ്ങളില്ലാത്ത ഒരു 2ാം നിര ടീമിൽ പോലും സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തയ്യാറായിട്ടില്ല. ഇത് കേവലം ഫോമിന്റെയോ പരിക്കിന്റെയോ പ്രശ്നമല്ലെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അയർലൻഡ് പരമ്പരയിലെ ചില മോശം പ്രകടനങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഞ്ജുവിനെ വരും പരമ്പരകളിൽ നിന്നെല്ലാം പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ചില വ്യക്തമായ അജണ്ടകൾ BCCIയുടെ ഉള്ളറകളിൽ നടക്കുന്നുണ്ടെന്ന് ആരാധകർ ആരോപിച്ചാൽ അതിൽ ഒട്ടും തെറ്റു പറയാൻ കഴിയില്ല. ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ കരിയർ തന്നെ അവസാനിപ്പിക്കാൻ നോക്കുന്ന ഈ രീതി സഞ്ജുവിനോട് മാത്രമാണ് കാണിക്കുന്നത്.
ഒരുപക്ഷെ ഒന്നു മാത്രം BCCIയും സെലക്ടർമാരും ഓർക്കുന്നത് നല്ലതാണ്. സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ വളർന്നത് BCCIയുടെ പച്ചക്കൊടി കണ്ടിട്ടല്ല, പ്രതിഭയുടെ കഠിനാധ്വാനത്തിന്റെയും അതിലുപരി കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രാർത്ഥനയുടെയും പിന്തുണയുടെയും കരുത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം പിടിച്ചു നിന്നത്. എത്ര തവണ തഴഞ്ഞാലും എത്ര വലിയ ചതികൾ അണിയറയിൽ ഒരുക്കിയാലും ചെന്നൈയിലൂടെ ചേട്ടൻ IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ട് വീണ്ടും ഈ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് നടന്നു കയറും. സഞ്ജുവിനെ തളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മലയാളി ആരാധകർ ഉറപ്പിച്ചു പറയുന്നു. ഈ തുടർച്ചയായ അവഗണനകൾക്കിടയിലും സഞ്ജു ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെയാണ് നമ്മുടെയെല്ലാം പ്രതീക്ഷ. കൂട്ടുകാരെ, സഞ്ജു സാംസണോട് ഇംഗ്ലണ്ട് പരമ്പരയിലും ഇപ്പോൾ സിംബാബ്വെ പരമ്പരയിലും സെലക്ടർമാർ കാണിച്ച ഈ സമീപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BCCI സഞ്ജുവിന്റെ കരിയർ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണോ, അതോ ഇതിനു പിന്നിൽ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ കൃത്യമായ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. സഞ്ജുവിനെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളും കൃത്യമായ മാച്ച് അനാലിസിസുകളും അപ്ഡേറ്റുകളും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.